വെൽക്കം എവ്രി വൺ. അപ്പോൾ നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സിലുള്ള ബേസിക് ഫോർമുലാസും ഫണ്ടമെൻ്റലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ 3 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടതുള്ളൂ. ഒന്ന്, പ്രൈം ഫാക്ടറൈസേഷൻ എന്താണെന്നുള്ളത്. പിന്നെ ആ പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ HCFും LCMും കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് സെക്കൻഡായിട്ട് അറിയേണ്ടത്. തേർഡ് എന്ന് പറയുന്നത് ഒരു നമ്പർ ഇറാഷണൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഈ 3 ടോപ്പിക്കുമാണ്. ബാക്കി ടോപ്പിക്സ് എല്ലാം ഡിലീറ്റഡ് ആണ്. ഇപ്പോൾ ഡിലീറ്റഡ് എന്ന് പറയുമ്പോൾ ഇതിൽ എക്സസൈസ് 1.1ഉം എക്സസൈസ് 1.1 അതുപോലെ തന്നെ എക്സസൈസ് 1.4. ഓക്കെ, ഇത് രണ്ടും ഡിലീറ്റഡ് പോർഷൻസ് ആണ്. അത് നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഇതിൽ ഡിലീറ്റ് ചെയ്യാത്തത് എക്സസൈസ് 1.2 ആൻഡ് എക്സസൈസ് 1.3. ഓക്കെ, ഈ രണ്ട് എക്സസൈസ് നമുക്ക് ചെയ്യണം. 1.1 1.4 ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫസ്റ്റ് ടോപ്പിക് പ്രൈം ഫാക്ടറൈസേഷനിലേക്ക് പോകാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു നമ്പർ തന്നിട്ടുണ്ട്. സപ്പോസ് 360 എന്നുള്ള ഒരു നമ്പർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അതിനെ പ്രൈം നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, 1 by 1 ആയിട്ട് പ്രൈം നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഞാൻ ആദ്യം തന്നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. ഇപ്പോൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3ൽ 1 ടൈം പോകുന്നുണ്ട്. ഇപ്പോൾ ബാലൻസ് 1 വരും. ഇപ്പോൾ 16ൽ 8 ടൈംസ് പിന്നെ 0. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1ൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 18ൽ നോക്കിക്കഴിഞ്ഞാൽ 9 ടൈംസ് ആണ് പിന്നെ 0 90. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 45 എന്ന് വരും. ഇനി 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. അപ്പോൾ ഇത് 4 + 5 9 ആണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ ആ നമ്പറിനെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 45 ചെയ്യുമ്പോൾ 4ൽ 1 ബാലൻസ് 1 15ൽ 5. ഓക്കെ, 15 വന്നു. പിന്നെ വീണ്ടും 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 5 വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 369 എന്ത് എഴുതാം? 360 ഈക്വൽ ടു 3 തവണ 2 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2⁻3. ഓക്കെ, 3 ടൈംസ് നമുക്കിവിടെ 2 വന്നിരുന്നു അല്ലേ? 1 2 3. ഇപ്പോൾ 3 ടൈംസ് 2 വന്ന കാരണം കൊണ്ട് നമുക്ക് 2⁻3 എന്ന് എഴുതാം. പിന്നെ 2 ടൈംസ് 3 വരുന്നുണ്ട്. അപ്പോൾ 3 × 3 അതായത് 3⁻2. പിന്നെ ഒരു 5ഉം വരുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ ഡിവിഷൻ ആക്ച്വലി നിർത്തി, കാരണം ഇനിയൊരു 5 വെച്ചും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 ആണ് വരുന്നത്. ഞാൻ എഴുതിയില്ല എന്നുള്ളൂ, ബട്ട് ലാസ്റ്റ് 1 വരെ ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ 5 പ്രൈം നമ്പർ ആയതുകൊണ്ടാണ് ഞാനവിടെ നിർത്തിയത്. അപ്പോൾ നമുക്ക് 360നെ ഇങ്ങനെ എഴുതാൻ പറ്റും. 2³ × 3² × 5 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനാണ്, ആ നമ്പറിനെ ഇങ്ങനെ എഴുതുന്നതിനാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ തന്നേക്കുവാണ് HCFും LCMും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫൈൻഡ് HCF ആൻഡ് LCM ഓഫ്, നമുക്ക് യൂസ് ചെയ്ത നമ്പർ എടുക്കാം 360 ആൻഡ് 2100. ഓക്കെ, ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും HCFും LCMും കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ 360നെയും പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത്. പിന്നെ അടുത്ത 2100നെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പോൾ 2100 ചെയ്യുമ്പോൾ എന്താണ്? 2ൽ 1 ടൈം, 1ൽ 0 ടൈംസ് ആണ് പോവുള്ളൂ. പിന്നെ അപ്പോൾ ബാലൻസ് 1 ക്യാരി ഓവർ ചെയ്യുമ്പോൾ 10 എന്ന് വരും. 10ൽ 5 ടൈംസ് പിന്നെ ഇവിടെ 0. ഓക്കെ, ഇനി 2ൽ 10ൽ 5 ടൈംസ്, 5ൽ 2 ടൈംസ്, ബാലൻസ് 1 വരുമ്പോൾ 10ൽ 5 ടൈംസ്. ഓക്കെ, ഇനി ഈ നമ്പറിന് നമുക്ക് വേണമെങ്കിൽ 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. കാരണം 5 + 5 10, 10 + 2 എന്ന് പറഞ്ഞാൽ 12. 12നെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ നമ്പറിനെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോസിബിൾ ആയിരിക്കണം. 5ൽ 1 ടൈം ആണുള്ളത്, ബാലൻസ് 2. 22ൽ 7 ടൈംസ് ഉണ്ട്, കാരണം 21 × 3 ആണ് 7. പിന്നെ ബാലൻസ് 1 വരും. 15ൽ 5. ഓക്കെ, ഇനി അടുത്തത് 175. അപ്പോൾ 175നെ നമുക്ക് എന്താണ് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാം.
17 3 ടൈംസ്, അപ്പോൾ ബാലൻസ് 2 വരും. 25 5 ടൈംസ്, വീണ്ടും 5 വെച്ച് ഡിവൈഡ് ചെയ്യാം, നമുക്ക് 7 കിട്ടും. വീണ്ടും അപ്പോൾ 7 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി 2100 എന്ന് പറയുന്ന നമ്പർ 2100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എത്ര തവണ വന്നു? 2 ടൈംസ്. ഓക്കെ, അപ്പോൾ 2 raised to 2 ഇൻറ്റു 3 ഒരു തവണ വന്നിട്ടുള്ളൂ, അപ്പോൾ 3 raised to 1 ആണ് അത്. 1 ഇട്ടില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഇൻറ്റു 3 എന്ന് എഴുതിയാൽ മതി. പിന്നെ 5 എത്ര തവണ വന്നു? 2 ടൈംസ് വന്നു, ഇൻറ്റു ഒരു 7 കൂടി വന്നു. ഓക്കെ, ഇനി നമ്മൾ HCF. ഓക്കെ, അപ്പോൾ HCF എന്ന് പറയുമ്പോൾ ഈ രണ്ട് നമ്പറിലും കോമൺ ആയിട്ട് വന്നേക്കുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ കോമൺ ആയിട്ട് വന്നേക്കുന്ന എല്ലാ ഫാക്ടേഴ്സും എടുക്കുക. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 360 ഏതൊക്കെ ഫാക്ടറാണ് വന്നേക്കുന്നത്? 2 3 5. അതുപോലെ 2100 2 3 5 7. ഓക്കെ, അപ്പോൾ ഈ രണ്ടിടത്തും വന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 3 5. ഓക്കെ, നമ്മൾ 7 എടുക്കേണ്ട കാര്യമില്ല, കാരണം 7 മുകളിലത്തെ നമ്പറിൽ വന്നിട്ടില്ല. ഇനി HCF കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിലെ ആ 2യുടെ 3യുടെ 5ന്റെ ഈ രണ്ട് നമ്പേഴ്സിലുള്ള മിനിമം പവർ വേണം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 360യുടെ 2യുടെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. ഓക്കെ, അതുപോലെ ഇവിടെ 2യുടെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അപ്പോൾ ഇതിൽ ചെറിയ നമ്പർ ഏതാണ്? 2 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 2 എന്ന് എടുക്കും. ഓക്കെ, 2യുടെ പവർ മിനിമം നമ്പർ 2 ആണ്, അപ്പോൾ ഇവിടെ 2 എടുത്തു. ഇവിടെ ഇനി 3യുടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പവർ 1 ആണ്, ഇവിടെ 2 ആണ്, അപ്പോൾ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എടുത്തു. ഇനി 5ന്റെ ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, അപ്പോൾ അത് മിനിമം എടുക്കുമ്പോൾ 1 കിട്ടും. ഓക്കെ, അപ്പോൾ അതായത് 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 5. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 4 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 20, 20 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60. അപ്പോൾ നമുക്ക് ഇതിൻ്റെ HCF ഈക്വൽ ടു 60 എന്ന് കിട്ടും. ഇനി LCM ചെയ്യുമ്പോഴോ? LCM ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതിൽ എന്തൊക്കെ ഫാക്ടർ ഉണ്ടോ അതെല്ലാം കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, അതുപോലെ തന്നെ 7 ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ഫാക്ടേഴ്സും വേണം എടുക്കാൻ. ഇനി ഇതിൽ മാക്സിമം പവർ വേണം കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ 2യുടെ മാക്സിമം പവർ 3 ആണ്, അതുപോലെ 3യുടെ ഏറ്റവും ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ്, 5ന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ്, 7ന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇനി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? LCMന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ അത് മൾട്ടിപ്ലൈയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LCM വാല്യൂ കിട്ടും. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് LCM ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണെന്ന് കണ്ടു, എങ്ങനെയാണ് HCF ആൻഡ് LCM കാണുന്നതെന്ന് കണ്ടു. ഇനി ഒരു ടോപ്പിക് കൂടി ഉള്ളത്, നമുക്ക് ഒരു നമ്പർ തന്നിട്ട് അത് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുവാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പ്രൂവ് ദാറ്റ് 5 plus √3 ഈസ് ഇറാഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ 5 plus √3 നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ലെറ്റ് 5 plus √3 ബി റാഷണൽ എന്ന് അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റാഷണൽ നമ്പർ ആണെങ്കിൽ എപ്പോഴും നമുക്കതിനെ P/Q എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. അതായത് 5 plus √3 ഈക്വൽ ടു ഒരു P/Q. പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ P/Q എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് എഴുതാം? √3 ഈക്വൽ ടു 5നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് P/Q മൈനസ് 5 എന്ന് വരും. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് LCM എടുത്തു കഴിഞ്ഞാൽ P മൈനസ് 5 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ Q എന്ന് വരും. ഓക്കെ, അപ്പോഴും പിയും ക്യൂവും ഇൻഡിജേഴ്സ് തന്നെയാണ്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തൊക്കെയാണ്? ഒരു P എന്നുള്ളത് റാഷണൽ നമ്പർ ആണ്, 5 ഇൻറ്റു Q എന്ന് പറഞ്ഞാലും റാഷണൽ നമ്പർ ആണ്, അപ്പോൾ 5 ഇൻറ്റു Q എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റാഷണൽ ആണ്. ഇനി ഡിനോമിനേറ്ററും റാഷണൽ നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? ന്യൂമറേറ്ററിലും ഇൻഡിജേഴ്സ് ആണ് P മൈനസ് 5Q എന്ന് പറയുന്നത്, ഡിനോമിനേറ്ററും ഇൻഡിജേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇൻഡിജർ ഡിവൈഡഡ് ബൈ ഇൻഡിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും റാഷണൽ നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ RHS റാഷണൽ നമ്പർ ആണ്. പക്ഷെ എന്താണ് സംഭവം? LHS എന്ന് പറയുന്നത് എന്താണ്? √3 ആണ്. ഓക്കെ,
പക്ഷെ √3 എന്ന് പറയുന്നത് എന്താ പറയുക, അത് ഇററാഷണൽ നമ്പറാണ്. അപ്പം നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒരു ഇററാഷണൽ നമ്പർ ഈക്വൽ ടു ഒരു റാഷണൽ നമ്പർ എന്നാണ് നമുക്ക് ഈക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ കിട്ടുന്നത്. ഓക്കെ, പക്ഷെ അത് ശരിയല്ല. കാരണം ഒരിക്കലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇററാഷണൽ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലും ഇററാഷണൽ തന്നെയായിരിക്കണം. അപ്പം അത് നമുക്ക് തെറ്റ് വരാൻ കാരണം എന്താ? നമ്മൾ ആദ്യം തന്നെ 5 + √3 റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്ത കാരണം കൊണ്ടാണ് ആ തെറ്റ് വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? therefore 5 + √3 ഈസ് ഇററാഷണൽ. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ട് ഈ 3 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പ്രോബ്ലംസ് ചിലത് ടഫായിട്ട് വരാം, ബട്ട് എന്നാലും പൊതുവിൽ ഈ 3 കാര്യങ്ങളും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമുക്ക് തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക്